ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പം ഞങ്ങള് പെരുന്നാളായിട്ട് ആദ്യമായിട്ടായിരിക്കും വീട്ടിൽ നിന്നല്ലാതെ ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണത്. കാരണം ഇപ്രാവശ്യം 2-3 പേര് വിളിച്ചിട്ടുണ്ട് നമ്മളെ പെരുന്നാൾ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. ഇതാണ് എൻ്റെ പെരുന്നാൾ കോടി. ഇത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോണത്. ഇതാണത്. നമ്മൾ ഇന്ന് പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ വീട്ടിലാണ്. നമ്മൾ പരിചയം, അതായത് നമുക്ക് നേരത്തെ പരിചയമൊന്നുമില്ല, പെട്ടെന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടുമാണ് ആ വീട്ടിൽ പോകുന്നത്. അപ്പൊ നമുക്ക് അവർ പറഞ്ഞു എന്തായാലും വരണം പെരുന്നാളിന് പറഞ്ഞു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ കയറിയപ്പോ ഓരെ കണ്ടു, പരിചയപ്പെട്ടു. അപ്പൊ തന്നെ ഓൾറെഡി പെരുന്നാളിന് ഒരു വിളിച്ചിരുന്നു. പിന്നെ ഇന്നലെ ഒരു വിളിച്ചു പറഞ്ഞു പെരുന്നാളാണ് വരണട്ടോ പറയണം. പെരുന്നാളിന് ഓരോ സബ്സ്ക്രൈബറിന്റെ വീട്ടിൽ നമുക്ക് അങ്ങനെ ആക്കാം. എന്നാ പോലെ അപ്പൊ നമ്മളൊരു സബ്സ്ക്രൈബർ ഇവിടെ എവിടെയോ വഴിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാണാം. പെരുന്നാളിന് വന്നാന്ന് തോന്നുന്നു. വീട്ടിക്ക് ഇവിടെ കുഴിയാ, കുഴിയിലല്ലോ. ഫ്രണ്ട്സ് ആണോ? എവിടെ വീട് എവിടെയാ? അതെ, ഇഷാന്റെ വീട്ടിലേക്കാണ് എല്ലാരും വന്നത്, ഫ്രണ്ട്സ് വന്നത്. ഞങ്ങളെ പെരുന്നാളിന് വേറൊരു സബ്സ്ക്രൈബറിന്റെ വീട്ടിലേക്ക് പോകും. ഫ്രണ്ട്സ്, അപ്പം സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത്. പെരുന്നാളിന് വന്നതാണ്. വീട് പിന്നെ ഇടയ്ക്ക് ഫ്രണ്ട്സ്, പപ്പയുടെ പെരുന്നാൾ കോടിയാണ് കേട്ടോ ഇട്ടേക്കണത്. ഫാഷൻ സ്വന്തം ഷോപ്പ്. ഇപ്പൊ ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞ അടുത്ത വെള്ളിയാഴ്ച വരണ്ട് എക്സാം. 27 പിന്നെ ബുധനില്ല, വ്യാഴം വെള്ളി, ഇത്രയും ദിവസം എക്സാം കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച, അടുത്ത ഈ ദിവസം ദിയമോള് സമയത്ത് എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. ലാസ്റ്റ് എക്സാം. അതെ, പൊട്ടി വന്നിട്ടുണ്ടാവും സ്കൂള്. നെക്സ്റ്റ് ഫ്രൈഡേ. ഇന്ന് ഫ്രൈഡേ അല്ലേ? നെക്സ്റ്റ് ഫ്രൈഡേ ആണ് ദിയമോള് ബസ് ഇറങ്ങിയിട്ട് ഒരു വരവ്. ലതിയ എന്ത് ബസ് ഇറങ്ങിയിട്ടൊരു വരാം. പക്ഷെ ഉണ്ടല്ലോ നമുക്ക് ടാസ്ക് ഉണ്ട്. എന്താ വെച്ചാല് വെക്കേഷൻ ആവും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പെട്രോളിന് മുമ്പ് തീർന്ന സാധനം എന്താ വെച്ചാല് ഗ്യാസ് തീർന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. ഒരുവിധം വലിയ വലിയ സിറ്റികളിലൊക്കെ ചെറിയ എല്ലാ ഹോട്ടലുകളും ഇല്ല, ഹോട്ടലുകളും ഉണ്ട്, എന്നാലും എല്ലാ ഹോട്ടലുകളും ഇല്ല. പിന്നെ ഇനിയിപ്പോ പെട്രോളും കൂടെ തീർന്നു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് അറിയില്ല. മൊത്തത്തിൽ ഈ വെക്കേഷൻ യുദ്ധം കൊണ്ടുപോകുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ പറഞ്ഞാല് ഈ കൊറോണ ലോക്ക്ഡൌൺ ഒക്കെ പോലെ അല്ലേ? പക്ഷെ കൊറോണ ടൈമില് നമുക്ക് ഗ്യാസ് അങ്ങനെയുള്ള പെട്രോളിനൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. അതെ അതെ, വണ്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് കൊറോണ പോലെ തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് വിറകൊക്കെ കത്തിച്ച് പഴയ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്ത്. അങ്ങനെയല്ല, പപ്പ വിറക് ഒടിക്കാൻ പോകുന്നത് എങ്ങനെ എനിക്ക് ആലോചിക്കാൻ. ചേട്ടായി വിറക് തീർന്ന് കുറച്ച് വിറക് കൊണ്ടുവന്നിട്ടോ. ഞാന് ചെറുപ്പത്തില് വിറക് തോട്ടത്തിലേക്ക് പോയി കൊണ്ടുവന്നിട്ടുണ്ട്. അതെയോ? ശരി. ഫ്രണ്ട്സ്, എല്ലാവർക്കും പെരുന്നാളിന് പിന്നെ പെരുന്നാൾ കോടിയൊക്കെ എടുത്തു. എനിക്ക് മാത്രം എടുത്തില്ല കേട്ടോ. എന്റെ പെരുന്നാൾ കോടി ഞാനിന്ന് അതല്ല പെരുന്നാൾ കോടി ഉണ്ടായിരുന്നു. ആ ചേച്ചീന്റെ ബർത്ത്ഡേക്ക് ഇടാന്ന് പറഞ്ഞു. അതെ, ചേച്ചീന്റെ ബർത്ത്ഡേ മാർച്ച് 24-ാം തീയതിയാണ്. അപ്പം അന്ന് ഇടാന്ന് ഇതേപോലെ 2 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഡ്രസ്സ് പിന്നെ പെരുന്നാളിന് ഇടാം, ഒരു ഡ്രസ്സ് എന്താണ് ബർത്ത്ഡേക്ക് ഇടാന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പം ഇന്ന് ഇട്ടേക്കുന്ന ഡ്രസ്സ് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ. പക്ഷെ ഒക്കെ ഇന്ന് ഇടണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇട്ടതാണ് കേട്ടോ. സിംപിൾസിറ്റി. അതെ, ദേവിന്റെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്യും നമ്മളെ വീട്ടിൽ തന്നെ. പക്ഷെ നമ്മള്
സെലിബ്രേറ്റ് ചെയ്യണത്, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണത് നമ്മള് എന്താ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ദേവുവിന്റെ. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് എടവണ്ണ എത്തിട്ടോ. എടവണ്ണയിൽ കുറച്ചുകൂടെ പോണം, പത്തപ്പിരിയം പറയും, അവിടെ എത്തണം. എന്തായാലും ലൊക്കേഷൻ മാപ്പ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മള് വീടെത്തിട്ടോ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ അങ്ങനെ സബ്സ്ക്രൈബറിന്റെ വീട്ടിലെത്തി. ഒന്നും കഴിച്ചിട്ടില്ല. വീഡിയോ ഇറങ്ങുമ്പോഴേ അവർക്ക് അതെ അറിയുള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ മോ. പേര് പറഞ്ഞോ? ഇനയ. മോ പറ. ആ, നാണാണ് കേട്ടോ ഭാവിക്ക്. എന്തൊക്കെ ഐറ്റംസ്? ഞാൻ ഫ്രൈഡ് റൈസും കടായിയാണ് കഴിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുകയാണ്. മോളെ വിശപ്പൊക്കെ മാറിയോ? ഓക്ക് വിശന്നില്ല. അവളവിടുന്ന് കുറച്ച് ഫുഡ് കഴിച്ചിട്ടല്ലേ. കഴിച്ചൂല്ലേ? എനിക്ക് വിശന്നായിരുന്നു. ഇനി ബാക്കിയുള്ള വീടുകളിൽ പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ സമയം 2:45. അതെ, ഞങ്ങളിന്നൊരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്, ആട് 3. അതിന് പോണം. 6 മണിക്കല്ലേ? 6 മണിക്ക്. നല്ല സിനിമ എല്ലാവരും പറയുന്നു. പോണം. അതുകൊണ്ട് പെരുന്നാൾ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വലിയൊരുനാൾ. ഇത് വലിയൊരുനാളല്ലേ? ഇത് ചെറിയൊരുനാൾ. വലിയൊരുനാൾ അടുത്ത ഒരു മാസം കഴിഞ്ഞുണ്ടാവും. ഡെസേർട്ട് ഫ്രൂട്ട് സലാഡ്. ദേവ് എവിടെ? മുകളിലെ കണ്ടുപോയി. ആണോ? ഇനയെ തന്നതാണ് ഗൈസ് എനിക്ക്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ സ്കൂട്ടീൻ്റെ കിച്ചണില്ലേ നമ്മൾ കെടുത്ത് ചെയ്യണല്ലത്, ഞാൻ ഇതിൽ തൂക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നാണ് ചെറിയൊരു ഗിഫ്റ്റ് തരാം, വാങ്ങുക സ്വീകരിക്കുക വെച്ചാൽ പറഞ്ഞു. അതിനെന്താ അയച്ച് കയ്യിലേക്ക് തന്നതാണ്. ഇനയെ ഹലോ, നമുക്കറിയാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവരൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫ്രൈഡ് റൈസും കടായി കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ്, കടായി, ബീഫ്, ചിക്കൻ ബിരിയാണി, ഫ്രൂട്ട് സലാഡ്, ഇഷ്ടപ്പെട്ട സലാഡ്. ഇഷ്ടപ്പെട്ട സലാഡാണ്. നമ്മളൊരു നാളെ നമുക്ക് വീട്ടില് പെരുന്നാൾ ആഘോഷിക്കാം. വെറുതെ നമ്മള് എന്നിട്ട് നമുക്ക് സലാഡ് അല്ല ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് പറയണത്. ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കൊടുത്താൽ തീരാവുന്ന കേസുള്ളൂ. ഫ്രണ്ട്സ്, വണ്ടി ഒന്ന് ഒതുക്കി ഞാൻ അവിടുന്ന് വേഗം ഇറങ്ങി പോകുമ്പോൾ സോക്സ് ഇതിനുള്ളിൽ കിടക്കിയത്. ഞാൻ കാലൊക്കെ കയറ്റിയിട്ട് പോകുന്നപ്പോൾ ഇതിങ്ങനെ ഒരു കല്ല് കയറ്റി വെച്ചാൽ സോക്സ് ഇടാതെ വേഗം ചെരുപ്പിട്ടിട്ട് ഷൂ ഇട്ടിട്ട് വേഗം ഓടിപ്പോകും. ഷൂവിനുള്ളിൽ ഫ്രണ്ട്സ്. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹഷ്മി, ഒന്ന് മുന്നയാണ്. അപ്പം മുന്ന ഇപ്പോൾ വീട്ടിലുണ്ടാവില്ല ഗൈസ്, കാരണം ഒരു തറവാട്ടിക്കൊക്കെ പോവും. അവരവിടൊക്കെയാണ് പെരുന്നാള്. പിന്നെ ഊട്ടി പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ പോയിട്ടുണ്ടാവും. പിന്നെ നമ്മള് ഫസ്റ്റ് തന്നെ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. പിന്നെ നേരം വൈകിയതുകൊണ്ട് പിന്നെ എല്ലാരും ഇനി തറവാടുകള് അവിടെ പോവും. ഇവരെന്നെ തറവാട്ട് പോവാനൊക്കെ നിക്കല്ലേ. കനോലി പ്ലോട്ടാണ് ഫ്രണ്ട്സ്, കനോലി പ്ലോട്ട്. പെരുന്നാള് കഴിഞ്ഞതോട് കൂടി ആൾക്കാരെല്ലാരും ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇനി ഇവിടെ ഫുൾ ഐസ്ക്രീം, കരിക്ക്, ഫോട്ടോ എടുക്കല്, അങ്ങനത്തെ പരിപാടികളായിരിക്കും. കരിക്ക് കുടിക്കണമെന്നുണ്ട്, പക്ഷെ അത് അപ്പുറത്തെ സൈഡിലാണ്. ഫ്രണ്ട്സ്, ഞങ്ങള് കരിക്ക് കുടിക്കാൻ ഇറങ്ങിയാണ് കനോലി പ്ലോട്ട്. കൊറേ നാളായി സ്റ്റാർട്ട് ബൂട്ട് വേണമെന്ന് പറയുന്നത്. രസമുണ്ടോ? ഫ്രണ്ട്സ്, ഞാനൊരു റീൽ എടുക്കാൻ പോവാണെങ്കിൽ ഏത് സ്ഥലത്ത് പോയാലും റീൽ എടുക്കണം. അങ്ങനെ ഞങ്ങൾ കരിക്കൊക്കെ കരിക്കും വെള്ളമൊക്കെ അങ്ങനത്തെ അറിയാം. കരിക്ക്
ദേവു മാപ്പിളപ്പാട്ട്, പഴയ മാപ്പിളപ്പാട്ട്. കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണേ, നീ തുള്ളിക്കളിക്കല്ലേ പെണ്ണേ, നിന്റെ മംഗല്യം പറഞ്ഞല്ലോ പെണ്ണേ, അടിയിലേ ചാരത്ത് വന്നു ഞാൻ നിൽക്കും, നിന്റെ മാറത്തെ താലി ഞാൻ ചാർത്തും, ആ കവിളത്തെ മുത്തം ഞാൻ നൽകും, അടിയിലേ കണ്ട നാള് തൊട്ട് എന്റെ കൽവിനുള്ളിലെന്നും ഒരു പൂങ്ങിനാവതിച്ചു, അത് സ്നേഹമായില്ലേ ലൈല ലൈല, എന്റെ ലൈല ലൈല, പൊന്നു ലൈലേ ലൈലേ, നീ എന്റേതല്ലേ. നോട്ടം കണ്ടേ ഫ്രണ്ട്സ്, ഞങ്ങളെ പൂക്കോട്ടുംപാടത്തിന്റെ പ്രകൃതി ഭംഗി നിങ്ങൾ കണ്ടില്ലേ? സഹ്യമലകളാണ് ആ കാണുന്നത്. അതിന്റെ താഴെയാണ് ഞങ്ങളുടെ താഴ്വാരത്തിലാണ് ഞങ്ങളുടെ നാടിരിക്കുന്നത്. ചുറ്റും സഹ്യമലകളാൽ ചുറ്റപ്പെട്ട ഒരു സൈഡിൽ തമിഴ്നാടും മറ്റേ സൈഡിൽ കർണാടക. തമിഴ്നാട്ടിലേക്ക് സുഖാണ് ഊട്ടി, ഊട്ടിക്കാണെങ്കിലും പാലക്കാട് വഴി അങ്ങനെ അങ്ങോട്ടാണെങ്കിലും ഒക്കെ സൂപ്പറാണ്. ഞങ്ങളുടെ നാട് മനോഹരമാണ്. എല്ലാവരും നാട് മനോഹരമായിരിക്കും, പക്ഷെ ഇതിന് കമന്റ് എന്തായാലും വരും, ഇതിലും നല്ല നാടാണ് ഞങ്ങളത് പറഞ്ഞിട്ട് എന്തായാലും കമന്റ് വരും. ആയിരിക്കും. കാരണം അത് മാത്രല്ല അപ്പൊ നമ്മൾ ട്രിപ്പ് പോണത് നമ്മളെ നാട്ടിലേക്കല്ലല്ലോ, ദൂരത്തേക്കല്ലേ. അത് അത്ര നല്ല സ്ഥലമായതുകൊണ്ടല്ലേ നമ്മൾ ട്രിപ്പ് പോകണം. അപ്പൊ എല്ലാ നാടും മനോഹരമാണ്, പക്ഷെ എല്ലാത്തിനും ഓരോ പ്രത്യേകത ഉണ്ട്. എനിക്ക് കേരളത്തില് ഇങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മൂന്നാറാണ്. ഗൈസ്, അപ്പം ഞങ്ങൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആട് 3. അപ്പം അത് കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. 6:15 ഷോ. ബുക്ക് ചെയ്ത കാര്യം ഇവർ ആരും എന്നോട് പറഞ്ഞിട്ടില്ല, കുറച്ചു നേരം മുന്നെയാണ് ഞാൻ അറിയുന്നത്. 6:15 ഷോ. ഇപ്പൊ സമയം 6:17. ഫ്രണ്ട്സ്, അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞു പോവാണ്. കുഴപ്പമില്ല, എന്റെ രസമല്ല, എന്റെ അടിയിൽ എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞത് കേട്ട് വന്നതാണ്. പക്ഷെ അതിന് മാത്രല്ല, പിന്നെ ചിരിക്കാനുണ്ട് പറഞ്ഞു, അതും ഇല്ല. ചെറിയ ചിരിക്കാനുണ്ട്, പക്ഷെ കോമഡി ഒക്കെ കുറെ ഉണ്ട്, പക്ഷെ അവര് ചിരിയാണ് വരുന്നില്ല. ചില ഇതൊക്കെ പഴയ ഒരു നമ്മളെ ആടുവണ്ടു അതിന്റെ കുറച്ചൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയണ്ട. എനിക്ക് ചിരിയൊന്നും വന്നില്ല അത്ര. എനിക്ക് ഞാൻ 2-3 ചിരിച്ചല്ല. പക്ഷെ അതെന്താ അങ്ങനെ പറയാൻ കാര്യം എനിക്ക് മനസ്സിലായില്ല. ചെറിയ കോമഡി ചിരിക്കുന്ന ആൾക്കാർ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് പോയി വന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണെന്ന് അപ്പം ക്രോഷറ്റിന്റെ പക്ഷെ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല, പക്ഷെ ഞാൻ ഉടനെ കാണിച്ചു കൊടുക്കുന്നതല്ല. അപ്പം എല്ലാവർക്കും അവസാനമായി ഈദ് മുബാറക്. അല്ല, ഇന്നത്തെ ദിവസം കഴിഞ്ഞല്ലോ. ഇന്നത്തെ ഈദ് കഴിഞ്ഞല്ലോ, ഇപ്രാവശ്യത്തെ ഈദ്. അപ്പം എല്ലാരും ഈദ് നന്നായിട്ട് ആഘോഷിച്ചു. ചിലപ്പോ എല്ലാരും മിക്കവാറും ആൾക്കാർ തറവാട്ടിലായിരിക്കും. തറവാട്ടിലും ചിലപ്പോ ടൂർ പോയിട്ടുണ്ടാവും, ടൂർ പോയിട്ടുണ്ടാവും. ചിലപ്പോ എവിടെയും പോവാതെ വീട്ടിൽ തന്നെ ആഘോഷിച്ചിരിക്കുന്നവരുണ്ടാവും. ഓക്കെ, അപ്പം എല്ലാരും ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമന്റ് കൂടുതലും വരുന്നത് എനിക്ക് തോന്നുന്നു ദേവുവിന്റെ ഡ്രസ്സ് നല്ല രസമുണ്ട് എന്നായിരിക്കും. നമ്മളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചല്ല, ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോപ്പിംഗ് വ്ലോഗിലുണ്ട് അതൊക്കെ. സോ ഞാൻ പറഞ്ഞില്ലേ, കമന്റ് ചെയ്യുക, അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബൈ ബൈ. Come on,